ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ ഒരു ലെവലും ഇല്ലാതെ നമ്മുടെ സുധിയും ശ്രീകാന്തും സച്ചിയും കൂടെ ഇങ്ങനെ നിന്നാടുകയാണ്. കൂടെ രേവതിയുണ്ട്, വർഷയുണ്ട്, ശ്രുതിയുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ ഇതറിയും. രവീന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രന് സങ്കടമാകും. അപ്പൊ അതുകൊണ്ട് ഇവരാണെങ്കിൽ നിലത്തൊന്നും അല്ല നിൽക്കുന്നത്. ഒരാൾ ഭിത്തി കയറാൻ നോക്കുന്നു, ഒരാൾ പറക്കാൻ നോക്കുന്നു, ഒരാളാണെങ്കിൽ നമ്മുടെ വർഷയുടെ ചുമലിൽ ഇങ്ങനെ ചാരിക്കിടക്കാൻ നോക്കുന്നു. റൊമാൻസ് ഈ പറയണ്ട, നമ്മള് പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമാണ് ശ്രീകാന്തൊക്കെ കള്ളു കുടിച്ചിട്ട് കിടന്ന് കാണിക്കുന്നത്. അപ്പൊ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, നമ്മള് വീട്ടിൽ പോയാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, അത് സാരമില്ല, വീട്ടിൽ ഇപ്പൊ അങ്കിൾ ഉറങ്ങി കാണും, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇത്രയും നേരം ആയില്ല എന്ന് പറഞ്ഞപ്പം എന്നാലും ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ കിടന്ന് നമ്മുടെ ശ്രീകാന്തും സച്ചിയും സുധിയും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറ്റി ഒരു വിധത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലാണ് മൂന്ന് പെണ്ണുങ്ങളും കൂടെ. എങ്ങനെയെങ്കിലും കെട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുപോകണമല്ലോ. സുധിയൊക്കെ കിടന്ന് അലറുകയോ എന്തൊക്കെയോ പറയുകയൊക്കെയോ ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിനാണ് ഭയങ്കര റൊമാൻസ് കേട്ടോ. ശ്രീകാന്തിന്റെ റൊമാൻസ്, സച്ചിക്ക് റൊമാൻസ്. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ തോളിൽ ചാരി കിടന്നിട്ട് ചക്കരേ മുത്തേ പൂച്ചക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നു. അത് കണ്ടിട്ട് നമ്മുടെ രേവതിയുടെ തോളിൽ ചാരി കിടന്നിട്ട് നമ്മുടെ സച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്, റൊമാൻസ് കാണിക്കുന്നുണ്ട്. സുധി ആണെങ്കിൽ ബിസിനസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്തോ ആ ലോകത്തോ ഒന്നുമല്ല. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഫോൺ ഇട്ട് കിട്ടിയതുമില്ല. ശ്രുതിക്ക് ഫോൺ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ശ്രുതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ആ ലിഫ്റ്റിനകത്ത് നിന്ന് തന്നെ ശ്രുതിക്ക് ഫോൺ എടുക്കണം. ശ്രുതി എന്ത് ചെയ്യുന്നു, നമ്മുടെ സച്ചിയുടെ പോക്കറ്റിൽ കൈയിടാൻ കേട്ടോ. കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട്, സച്ചി നല്ല പൂസാണ്, രേവതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു റൊമാൻസിലൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്തു, പതുക്കെ പോക്കറ്റിൽ കൈ ഇട്ടിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഏതായാലും എല്ലാവരും പൂസായതുകൊണ്ട് തന്നെ, അതായത് ശ്രുതിയും പൂസായതുകൊണ്ട് തന്നെ ശ്രുതിയും അത് അറിയത്തില്ല. ഫോൺ എടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ ശ്രുതിയുടെ പോക്കറ്റിലേക്ക് നമ്മുടെ ശ്രുതി ഇടുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സച്ചിയുടെ ഫോൺ കൈക്കലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പൂസായതുകൊണ്ട് ഇനിയിപ്പം വീട്ടിൽ ചെന്ന ഉടനെ ഫോണൊന്നും സച്ചി അന്വേഷിക്കാൻ പോകുന്നില്ല. കാരണം പൂസായി കിടക്കുമല്ലേ, എങ്ങനെയും ചെന്ന് കട്ടിലേ കിടന്ന് ചാഞ്ഞ് കിടന്ന് ഉറങ്ങുള്ളൂ. അതിനിടയിൽ ഫോണൊന്നും അന്വേഷിക്കാൻ പോകുമല്ലോ. അപ്പൊ ആ ഒരു ഉറപ്പിലാണ് ശ്രുതി ഫോൺ എടുത്തത്. അങ്ങനെ ശ്രുതിയുടെ പോക്കറ്റിൽ ഫോൺ ഇട്ടേക്കുക. ഒരു വിധത്തിൽ എല്ലാത്തിനെയും വീട്ടിൽ കൊണ്ട് നിറക്കുന്ന സീനാ പിന്നെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ വാതിൽ തുറക്കെന്ന് പറഞ്ഞ് കാറിന്റെ റോഡിൽ കിടന്ന് ഭയങ്കര തട്ടപ്പോഴത്തേക്കും നമ്മുടെ വർഷ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ശ്രീകാന്ത്, ഇവിടെയല്ല അവിടെയാ വീട്. അപ്പൊ സച്ചി ആണെങ്കിലോ, അച്ഛൻ ഇവിടെ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു രീതിയിൽ. അപ്പം പറഞ്ഞു, അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്, അച്ഛൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്റെ അച്ഛനായിട്ട് കുഴപ്പമില്ല. അയ്യോ, ഞാൻ എന്റെ കൂളിംഗ് ക്ലാസ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് സ്തുതി അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതെ എല്ലാവരും നിന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇതെന്താ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് വീണ്ടും അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഏതായാലും ആകെ മൊത്തം സീൻ കോൺട്രയാണ്. നമ്മുടെ രവീന്ദ്രൻ ഉറങ്ങിയ രക്ഷപ്പെട്ടു. രവീന്ദ്രൻ ഉറങ്ങിയില്ലെങ്കിൽ മക്കളുടെ ഈ കൂത്ത് കണ്ട് നമ്മുടെ രവീന്ദ്രൻ പിന്നെ എണീക്കാൻ പറ്റത്തില്ലാത്ത ഉറക്കം ഉറങ്ങും. അതുപോലെ ആയിപ്പോ. അതുപോലെയാണ് നിന്ന് സച്ചിയും നമ്മുടെ ശ്രീകാന്തും സുധിയും കൂടെ കിടന്ന് കാണിക്കുന്നത്. ഇവരൊന്നും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. രേവതിയോ ശ്രുതിയോ വർഷയോ ഒന്നും പിടിച്ചിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെയോ പതുക്കെ നടത്തി വീടിനകത്ത് കയറ്റാണ് മൂന്ന് പേരും കൂടെ ചേർന്ന്, മൂന്ന് ഭർത്താക്കന്മാരെ. ഏതായാലും എല്ലാവരും പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വരികയാണ്. രവീന്ദ്രൻ കോളിംഗ് ബെൽ അടിച്ചപ്പോഴാട്ടോ രവീന്ദ്രൻ ഇറങ്ങി വരുന്നത്. രവീന്ദ്രൻ കണ്ടപ്പോഴും, ഓഹോ, ബസ്സിലെ യാത്രക്കാരെ പോലെ ആടുന്നുണ്ടല്ലോ. അച്ഛാ ബ്രേക്ക് ചവിട്ട് അച്ഛാ എന്ന് പറഞ്ഞ സച്ചി, അല്ലേ ഞാൻ ഇപ്പൊ വണ്ടിയിൽ നിന്ന് വീഴും, അയ്യോ ബ്രേക്ക് ചവിട്ട് അച്ഛാന്ന് പറയുമ്പോ ചവിട്ടും ഞാൻ നല്ല ചവിട്ടും. എടാ ശ്രീകാന്തെ, നീയും കുടിച്ചല്ലേ? ഞാനോ? ഞാൻ കുടിച്ചിട്ടില്ല. അച്ഛൻ എന്താ ഈ പറയുന്നത്? കുടിച്ചങ്കിളെ, നന്നായിട്ട് കുടിച്ചു. അയ്യോ അങ്കിളല്ല, ബ്രോ എന്ന് മാത്രമേ അച്ഛനെ നീ വിളിക്കാവുള്ളൂ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, എടാ പൊട്ടാ, അച്ഛനാടാ അത്, അച്ഛൻ. അച്ഛനാണോ അത്? അയ്യോ അച്ഛൻ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞ ശ്രീകാന്ത് അടുത്ത സംഭവം എന്നിട്ട് വായി കൂടെ പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക. ശ്രുതി ആണെങ്കിലോ വേറെ വല്ല സിറ്റുവേഷനിലാണ് കേട്ടോ. ബിസിനസ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ നിനക്കൊന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ലടോ സച്ചി, നീ കുടിക്കില്ലെന്ന് എനിക്ക് വാക്ക് പറഞ്ഞല്ലേടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും,
അത് പിന്നെ പറ്റിപ്പോയച്ചാന്ന് ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരിക കേട്ടോ. ചന്ദ്ര ഇറങ്ങി വന്നിട്ട് പിന്നെ പറയാനുണ്ടോ? ചന്ദ്ര ഇറങ്ങി വന്നാ പിന്നെ സച്ചിയുടെ രേവതിയുടെ മണ്ടയ്ക്ക് കയറാതിരിക്കുവോ? ആഹാ, 3 കുടിച്ചിട്ടല്ലേ എത്തിയിരിക്കുന്നത്. ഈ സച്ചിയുടെ കൂടെ പോയ ഇങ്ങനെ സംഭവിക്കത്തുള്ളെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങളെ എല്ലാം നിർബന്ധിച്ച് ഇവൻ കുടിപ്പിച്ചു കാണുമായിരിക്കും. അതാ നടന്നിട്ടുള്ളത്. എടാ, നിനക്ക് കുടിച്ചാ പോരെടാ, എന്തിനാടാ എന്റെ മക്കളെയും കൂടെ നീ വഴി തെറ്റിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത്, അങ്ങനെ സച്ചേട്ടൻ വഴക്കൊന്നും പറയൊന്നും വേണ്ട. എന്റെ സച്ചേട്ടൻ കുടിക്കാതിരുന്നതാ. സച്ചേട്ടനെ ഇവര് നിർബന്ധിച്ച് കുടിപ്പിച്ചത്. സച്ചേട്ടൻ പരമാവധി കുടിക്കാതെ മാറി മാറി നടന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടി സച്ചേട്ടനെ കുടിപ്പിച്ചെന്ന് പറയുമ്പോ, ഓ നീ വല്ല ജീലാവതി ചമയണ്ടടി, എനിക്കറിയാലോ നിന്നെ, നീ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരി. നീ നിന്റെ കെട്ടിയവരും കൂടി എന്റെ മക്കളെയും കൂടെ വഴി പഴപ്പിക്കും. കണ്ടില്ലേ, അയ്യോ എന്റെ ശ്രീകാന്ത് മദ്യം കൈ കൊണ്ട് തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഇപ്പൊ എന്തേ അവനെയും കുടിയനാക്കി. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേടാ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും കുടിച്ചു കൂത്താടി വന്നവർക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല, ഇന്നകത്ത് കിടക്കാൻ സമ്മതിക്കത്തില്ല. കുടിച്ചു കൂത്താടി വന്നവർ ഇവിടെ നിലത്ത് കിടന്നാൽ മതി, പായും തലകണ എടുത്തോണ്ട് തരാം. ചന്ദ്രയെ പോയി പായും തലകണ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും നേരെ നമ്മുടെ ചന്ദ്ര കയറിപ്പോയി പായും തലകണയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ അകത്ത് കിടന്നോളാം അച്ഛാ, ഒരു തെറ്റ് പറ്റിപ്പോയ അച്ഛാ, ക്ഷമിക്കച്ചാ, ഇനി കുടിക്കൂലച്ചാ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കാറുകയാണ്. രവീന്ദ്രൻ സമ്മതിക്കുക. അതുപോലെ കുടിച്ചു കൂത്താടി വന്ന് നിൽക്കുന്ന മക്കളെ പെരക്കകത്ത് കയറ്റുക രവീന്ദ്രൻ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല, വീടിന്റെ പടി കയറി പോകരുത്, വെളിവ് വീടാതെ 3 ഇവിടെ കിടന്നോളന്ന്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, 3 ഇവിടെ കിടക്കാനോ? എന്താ രവിയേട്ട പറയുന്നത്? സച്ചി നിലത്ത് കിടന്നോട്ടെ, പക്ഷേ ശ്രീകാന്തും സുധിയും അവർക്കെങ്ങനെ നിലത്ത് കിടക്കാൻ പറ്റുമോ? അതെന്താ, അവർക്ക് നിലത്ത് കിടന്നാല് എന്തെങ്കിലും സംഭവിക്കുവോ? ദേ ചന്ദ്രെ, നീ മാറി നിന്നോ. എനിക്ക് 3 മക്കളും ഒരുപോലെയാ. 3 പേരും കുടിച്ചിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണെങ്കിലും ആര് ചെയ്തിട്ടാണെങ്കിലും കുടിച്ചല്ലോ. അതുകൊണ്ടേ ദേ ഞാൻ പറയുന്നങ്ങ് കേട്ടാ മതി. 3 ഇവിടെ കിടന്നാ മതി. 3 പേരും ഇന്ന് ഈ വീടിന് വെളിയിൽ കിടന്നാ മതിയെന്ന്. എല്ലാവരുടെയും വെളിവ് വീഴുമ്പം അകത്ത് കയറിക്കോ, അല്ലാതെ ഈ വീടിന്റെ പടി ചവിട്ടി പോയേക്കരുതെന്ന്. ഏതായാലും ഇത്രയും പറഞ്ഞപ്പോഴേ നമ്മുടെ ശ്രുതി ഓർത്തത്, എന്റെ ദൈവമേ, കോട്ടിനകത്തല്ലേ പോക്കറ്റിനകത്തല്ലേ ഫോണ് കിടക്കുന്നത്. ആ ഫോണ് ശ്രുതി അകത്ത് കയറിയാലല്ലേ നമ്മുടെ ശ്രുതിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശ്രുതിയെ പുറത്താക്കിയിട്ട് നമ്മുടെ ശ്രുതി അകത്ത് കയറി പോയിട്ടുണ്ട്, ശരിയാവത്തില്ലല്ലോ. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ഞാൻ ശ്രുതിയുടെ കൂടെ കിടന്നോളൂ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ശ്രുതി ആദ്യമായിട്ട് കള്ളു കുടിച്ചല്ലേ, ഈ പ്രാവശ്യം ഒന്ന് ക്ഷമിച്ചിട്ട് ശ്രുതിനെ മാത്രം അകത്ത് കയറ്റി പ്ലീസ് അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യാ പിന്നെ നിന്റെ അമ്മയുടെ സ്വഭാവം, നിന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം അല്ലേ എനിക്ക് 3 മക്കളും ഒരുപോലെയാ. 3 അവന്മാരും കുടിച്ചിട്ടാ വന്നത്. 3 അവന്മാരും വെളിയിൽ കിടന്നാ മതി. അല്ല, നിങ്ങൾ അകത്ത് കയറുന്നുണ്ടോ? നിങ്ങൾക്ക് വെളിയിൽ കിടക്കണോ? എങ്കിൽ നിങ്ങൾ വെളിയിൽ കിടന്നോ, ഞാൻ വാതിലടച്ചേക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് വർഷം അകത്ത് കയറി പോയി. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ശ്രുതിയും, പുറത്ത് കിടക്കാൻ മാത്രമുള്ള ഒരു ഇതൊന്നും ഇല്ല നമ്മുടെ ശ്രുതിക്ക്. അപ്പൊ ശ്രുതി എന്ത് ചെയ്യുന്നു? ശ്രുതി നേരെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ അകത്തേക്ക് കയറി പോയി ശ്രുതി നേരെ അകത്തേക്ക് ഒരു പാടെ നമ്മുടെ ശ്രുതിക്ക് അക്കിടി പറ്റിയിരിക്കുക. എങ്ങനെയൊക്കെയോ ആ ഫോൺ കൈക്കലാക്കിയതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, തൊട്ടടുത്ത് വന്നിട്ട് മിസ്സായി പോയൊരവസ്ഥ. അങ്ങനെ പാവം ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയും ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ സുധിയും കൂടെ ഭയങ്കര സംസാരങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു കള്ളു കുടിച്ചിട്ട് അവരുടേതായ ഭാഷകളിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധി പറയുന്നുണ്ട്, നിങ്ങൾ കാരണോ ഞാൻ ഇവിടെ കിടക്കേണ്ട അവസ്ഥ വന്നെന്ന് പറയുമ്പോ ശ്രീകാന്ത് പറഞ്ഞു, ഞങ്ങൾ കാരണോ? പിന്നെ ഏട്ടൻ കാരണോ? ഏട്ടനല്ലേ അഭിലാഷ് സാറിനെ കൊണ്ട് ഞങ്ങളെയൊക്കെ കുടിപ്പിച്ചത്, ഏട്ടൻ തന്നെയാ കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ആ കാരണക്കാരനൊന്നും അല്ല, ഞാനിങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് ഡീസന്റ് ഇല്ലായ്മ ഒന്നും കാണിക്കത്തില്ല, നിങ്ങളല്ലേ അവിടെ കിടന്ന് ഡീസന്റ് ഇല്ലായ്മയൊക്കെ കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി അതും ഇതൊക്കെ പറയാം. അപ്പൊ സച്ചി പറഞ്ഞു, നിർത്ത്. ഏതായാലും ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇവിടെ കുടിച്ചിട്ട് എത്ര തവണ വന്നിട്ടുണ്ട്. അച്ഛൻ എനിക്ക് വാതിൽ തുറന്ന് തന്ന് എന്നെ അകത്ത് കയറ്റിക്കൊണ്ട് പോയി ഭക്ഷണം വരെ വാരി തന്നിട്ടുണ്ട് ആ കുടിച്ച സമയത്ത്. എന്നിട്ട് ഇപ്പൊ എന്താ, ഇപ്പൊ നിങ്ങളും കൂടെ കുടിച്ചപ്പോ എനിക്ക് വെളിയിൽ കിടക്കേണ്ട അവസ്ഥ. അപ്പൊ ആര് കാരണം ഈ പ്രശ്നം ഉണ്ടായത്? നിങ്ങൾ രണ്ടും കാരണമാ. നിങ്ങൾ രണ്ടും കൂടെ കുടിച്ചോണ്ടാ എന്നെ അച്ഛനകത്ത് കയറ്റാതിരിക്കുന്നത്. ഇല്ലായിരുന്നേ പണ്ടേ എന്നെ അച്ഛനകത്ത് കയറ്റിയേനെ. ഞാൻ മുക്കുടിയനല്ലെന്ന് അച്ഛൻ അറിയാം. അപ്പോഴത്തേക്കുമാണ് സുധി പറഞ്ഞു, പിന്നെ ഞാൻ ബിസിനസ്സുകാരനാ, എനിക്ക് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ കുടിച്ചത്, അച്ഛൻ എന്നെയും വിശ്വാസമുണ്ട്. പക്ഷെ ശ്രീകാന്തേ നീ കാരണോ എന്ന് പറഞ്ഞ് ശ്രീകാന്തിന്റെ മെക്കിട്ട്. ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ ഞാൻ കാരണം, ഇനിയിപ്പോ എല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വെക്കാലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ ഓഫായി പോവാണ് കേട്ടോ. പറഞ്ഞു ശ്രീകാന്ത് ഓഫായി പോയി. നമ്മുടെ സച്ചി അല്ലല്ലോ, സുധി ഓഫായി പോവാ. പിന്നെ സച്ചി ഇടയ്ക്ക് മുട്ടിനും കുടിക്കുന്നുള്ളത് കൊണ്ട് കുറച്ച് കപ്പാസിറ്റി ഉണ്ട് സച്ചിക്ക്. സച്ചി അങ്ങനെ പെട്ടെന്ന് ഓഫ് ആകത്തൊന്നുമില്ല. സച്ചി ഓഫ് ആകണേ കുറച്ച് പാടാ. അപ്പം സച്ചി എന്ത് ചെയ്തു, അങ്ങനെ സച്ചിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ താഴ്ചിട്ട് സച്ചി എന്ന് ഡോറിൽ ഇങ്ങനെ മുട്ടിയപ്പോഴത്തേക്ക് രേവതിനെ തന്നെ വിളിച്ചോണ്ടാട്ടോ, രേവതി മോളെ വാതിൽ തുറക്കടി എന്നൊക്കെ ഭയങ്കര സോപ്പിങ്. അങ്ങനെ നമ്മുടെ രേവതി പതുക്കെ വന്നു. എന്താ മനുഷ്യ ഈ കിടന്ന് കാർന്നെന്ന് ചോദിച്ചപ്പോ എനിക്ക്
കുറച്ച് വെള്ളം വേണോടി, ഞാൻ അകത്ത് കയറി കുറച്ച് വെള്ളം എടുത്തിട്ടെ. വേണ്ട വേണ്ട വേണ്ട, അച്ഛൻ കയറ്റരുത് എന്നാ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇനി അകത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവത്തില്ല. നിങ്ങളോട് ഞാൻ ആവുന്നത് പറഞ്ഞല്ലേ, കുടിക്കരുത് കുടിക്കരുത് കുടിക്കരുതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ വേണം, കേറ്റത്തില്ല, നിങ്ങളെ അകത്ത് കേറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കേറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി, നിങ്ങൾക്ക് ഇപ്പൊ വെള്ളമല്ലേ വേണ്ടത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. അല്ലാതെ ഇതിനകത്ത് കയറാൻ നോക്കേണ്ട സജ്ജേട്ടാ, ഞാൻ സമ്മതിക്കത്തില്ല. അച്ഛൻ പറയുന്നത് പോലെ തന്നെ നീയൊക്കെ അനുഭവിക്കണം. ഇനി ഒരിക്കലും കള്ളു കുടിക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് മൂട്ടയും കൊതുകൊക്കെ കടിച്ചോട്ടെ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പോ എന്താടി ഇങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാത്ത എന്നോട് പെരുമാറുന്നത്? രേവതി, നിന്റെ ആരാ ഞാന്? നിന്റെ ഭർത്താവല്ലേ? ഓ, ഒരു ഭർത്താവ് വന്നിരിക്കുന്നു, എന്നിട്ടാണോ ഞാൻ പറയുന്നത് കേൾക്കാതെ കള്ളു കുടിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ കിട്ടിയത്? അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതി കിച്ചണിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ്. സച്ചി വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ രേവതി ഒന്ന് കയറ്റി, രേവതി പ്ലീസ് രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി അമ്പലും വില്ലിലും എടുക്കത്തില്ല. രേവതി നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യത്തുള്ളൂ. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ എങ്ങനെ സച്ചിയുടെ ഫോൺ എടുക്കും? സച്ചിയുടെ ഫോൺ ശ്രുതിയുടെ പോക്കറ്റിലും ഉണ്ട്. അത് എങ്ങനെ എടുക്കണം, എടുക്കാതിരിക്കണം, എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് നമ്മുടെ ശ്രുതി ഉള്ളത്. അപ്പൊ ശ്രുതിനെ അകത്ത് കയറ്റിയാൽ മാത്രമേ ഈ ഫോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ഉറങ്ങുവാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് പോയി ഫോണൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആകെ മൊത്തം കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒരു ദിവസത്തിനുള്ളിൽ കൊണ്ടുപോയി കൊടുക്കുകയും വേണം ആ ഒരു വീഡിയോ. ഇല്ലെങ്കിൽ നമ്മുടെ ആന്റണി നമ്മുടെ നവീൻദാസിനിട്ട് പണി കൊടുക്കത്തില്ല. നവീൻദാസിനിട്ട് പണി കൊടുത്തില്ലെങ്കിൽ ശ്രുതിക്ക് മുട്ടൻ പണി കൊടുക്കും നവീൻദാസ്. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി എന്നാ പിന്നെ അവരൊക്കെ ഉറങ്ങിയില്ല, സച്ചൻ എന്നാ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്ത് കയറി പോകുന്നത്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, പിന്നെ അവര് കിടന്ന് ഉറങ്ങിയതൊന്നുമല്ല, അവർ ഓഫായി പോയത്. ഞാൻ അത്രയ്ക്ക് പെട്ടെന്ന് ഓഫ് ആവത്തില്ല രേവതി, എനിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പൊ അതെനിക്കറിയാം, സച്ചേട്ടന് നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന്. സച്ചേട്ടൻ ഭയങ്കരമായിട്ട് കുടിച്ചോണ്ട് നടന്ന സമയം ഉണ്ടായിരുന്നല്ലോ. സച്ചേട്ടൻ ഒരു കുടിയനല്ലായിരുന്നോ? ഞാനോ കുടിയനോ? നിനക്ക് തോന്നുന്നതാ. ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ മദ്യമൊക്കെ കഴിക്കുമെന്നല്ലാതെ. ഓ സച്ചേട്ടാ, കൂടുതൽ പറയരുതേ, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോ. രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ വാതിൽ തുറന്നു തരാം, അല്ലാതെ അകത്ത് കയറ്റുന്ന യാതൊരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി അങ്ങ് പോയത്. സച്ചി ആണെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? അവിടെ കിടന്ന് ഉറങ്ങിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രണ്ടുപേരും ഭയങ്കര ഓഫായി പോയിട്ടോ. നല്ല ഉറക്കത്തിലായി പോയി. കൊതുക് കടിച്ചാലും നല്ല വന്ന് പാമ്പ് കൊത്തിയാൽ പോലും അറിയത്തില്ലാത്തൊരു മയക്കത്തിലാണ് അവരുള്ളത്. അങ്ങനെ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ സച്ചിക്ക് ഉറക്കം വരുമോ, നേരം വെളുപ്പിക്കുവോ ഉറങ്ങാതെ എന്നൊന്നും അറിയത്തില്ലാത്ത ഒരവസ്ഥ. ശ്രുതി ആണെങ്കിൽ പണ്ടാരം അടങ്ങി എങ്ങനെയാണ് ഇനിയിപ്പം ഫോൺ കൈക്കലാക്കുന്നതെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി വിശേഷാട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടാണ് കൂടുതൽ നിങ്ങളോട് എന്താ പറയുക ഡയലോഗ് ഇട്ട് സംസാരിക്കാത്തത്. സാധാരണ ഇന്ന് നമ്മളൊരു 19 മിനിറ്റ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഇന്ന് ഞാനൊരു 10, 13, 14 മിനിറ്റിൽ അവസാനിപ്പിക്കുന്നത് താമസിച്ച് പോയോണ്ടാണ് കേട്ടോ. പക്ഷെ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ച് താമസിച്ചേ എണീക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് താമസിച്ചാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വെച്ച് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടെന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചിട്ട് കാണണം കേട്ടോ. അതിനോടൊപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരണം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് കയറ്റി വിടുന്നത്. കാരണം തുടക്കത്തിൽ കിട്ടുന്ന ലൈക്കാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഷെയർ നമുക്ക് പോകും. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റിലെ ലൈക്ക് അടിച്ചിട്ട് തന്നെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പുതിയ സീരിയലായ കാറ്റത്തെ കിളിക്കൂടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ അതായത് പോസ്റ്റിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റത്തെ കിളിക്കൂടെ എന്നും രാവിലെ നമ്മൾ ഫുൾ വിശേഷവും അതുപോലെ തന്നെ നാളത്തെ വിശേഷവും കൂടെ കൂട്ടിച്ചേർത്താണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നമ്മുടെ പോസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പം അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിനോടൊപ്പം തന്നെ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ചാനൽ ഏകദേശം ഈ ചാനൽ അതായത് ഇതിലെ സബ്സ്ക്രൈബേഴ്സ് അല്ല അതിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ റിയൽ സ്റ്റോറി ഒന്ന് അടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ കയറി വരും. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കരുത്.